ഹായ് ഓൾ എല്ലാവർക്കും ബിറ്റ്കോയിൻ്റെയും ഗോൾഡിൻ്റെയും ഒരു അടിപൊളി പ്രീ മാർക്കറ്റിനസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 90,000 ഏരിയയിലോട്ട് ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗോൾഡൊക്കെ വളരെ മേജർ ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ അടുത്ത വീക്കിലോട്ട് മേജറായിട്ട് ഒരുപാട് ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. NFP എന്ന് പറയുന്ന 2 ന്യൂസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആയിരുന്നു 4 ഹവർ ടൈം ഫ്രെയിമിലെ റൈസിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഈ പാറ്റേൺ. അതിൻ്റെ പ്രൈസ് ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിനി കാണാൻ പറ്റുന്ന ഡെയിലി ടൈം ഫ്രെയിമിലെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ വരെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ നോക്കി കറൻലി പ്രൈസ് എവിടെ നിൽക്കുന്നതെന്ന്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിലല്ലേ കറൻലി പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഡേറ്റ്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹ്യൂജ് പ്രോഫിറ്റിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞുതരാം. നെക്സ്റ്റ് വീക്കിലോട്ടുള്ള മേജർ ആയിട്ടുള്ള ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്തത് നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ ചാർട്ട് ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ മേജർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് തവണ സപ്പോർട്ടും അതുപോലെ തന്നെ ഒരുപാട് തവണ റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടിരുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ ഒരു തവണ റെസിസ്റ്റൻസ് എടുക്കും, അതുപോലെ 2, 3 തവണയുള്ള റെസിസ്റ്റൻസും അതുപോലെ തന്നെ 1, 2 തവണയോളം സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ലെവലാണ് പ്രൈസ് ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത്. ആൻഡ് ഇതിൻ്റെ താഴെ ഈ ഉള്ള ഏരിയയുടെ താഴെ നമുക്ക് നല്ലൊരു പ്രോപ്പറായിട്ടുള്ളൊരു ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വളരെ വലിയൊരു ഡൗൺ സൈഡിലോട്ടൊരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രൈസ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അതല്ല, നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു നല്ലൊരു ബീറിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വരെയുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ ആ ഒരു ഏരിയ ഓൾമോസ്റ്റ് ഒരു 1,700,000 മുതൽ 99,630 എന്ന് പറഞ്ഞ ഈ സപ്പോർട്ട് ഏരിയയിലോട്ടായിരിക്കും ഇവിടെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതല്ല പ്രൈസ് ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ വരെ ആയിരിക്കും. ഏകദേശം നോക്കുവാണെങ്കിൽ 1,17,277 മുതൽ 1,16,695 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 4 ഹവർ ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബീറിഷ്നെസ് മാത്രമല്ല ബുള്ളിഷ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ഹവർ ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഞാനിവിടെ RSI ഡൈവേർജൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ വീക്കിലി അനാലിസിസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ഇൻഡിക്കേറ്ററാണിത്. ഇത് നമ്മുടെ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൈസ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്താണ് ഇവിടെ വരുന്നത്. ആൻഡ് RSI നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഹയർ ഹൈ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലേഴ്സിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നു. ആൻഡ് ഇനി ആക്റ്റീവ് ആകാൻ പോകുന്ന ബയ്യേഴ്സ് ആയിരിക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ നൽകുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഒരു അപ്സൈഡിലോട്ടൊരു മൊമെൻറ്റം ആയിരിക്കും ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ കറൻറ്റ്ലി ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് ഏരിയയും കൂടെ. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ആൾക്കാർ ബൈ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് വാച്ച് ചെയ്തേക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ബിറ്റ്കോയിൻ ഒരു 90,000 ഏരിയയിലോട്ട് മൂവ്മെൻറ്റ് നൽകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളും നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരും മന്തിനില്ലെങ്കിൽ വരും വീക്കിൽ നമുക്ക് എന്തായാലും അങ്ങോട്ടൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ചാർട്ട് പാറ്റേൺസ് ഉണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോഴും അങ്ങോട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിലും ചാർട്ട് പാറ്റേൺ നോക്കുവാണെങ്കിലും ഇല്ലാതെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ് ആ ഒരു മേജർ ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് തവണ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് നമുക്കൊരു ലെഫ്റ്റ് ഷോൾഡർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊരു ലെഫ്റ്റ് ഷോൾഡർ, അതുപോലെ തന്നെ ഇതൊരു ഹെഡും ആൻഡ് ഇതൊരു റൈറ്റ് ഷോൾഡർ ആയിട്ടും എടുക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. ഒരു അപ്സൈഡിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് അതിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് കൊണ്ടുപോകുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ആൻഡ് ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്ന പ്രൈസ് അതിൻ്റെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിലാണ്.
ഇവിടുന്ന് നമുക്കൊരു നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഇതിൻ്റെ നെക്ക് ലൈൻ മുതൽ ഹെഡ് വരെയുള്ള ഒരു ഏരിയ ആണ് ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് വെക്കാൻ പറ്റുന്നത്. ഈ ഒരു ചാർട്ട് പാറ്റേൺ ബേസ് ചെയ്തുകൊണ്ട് നോക്കുവാണെങ്കിൽ ആ ഒരു ടാർഗറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഒരു 89,000 മുതൽ 90,000 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലോട്ടുള്ളൊരു മൊമെൻറ്റമാണ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു വരും മന്തിൽ അല്ലെങ്കിൽ ഒരു വരുന്ന വീക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻറ്റം ആണ്. ഇതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് മാത്രമല്ല 90,000 ഏരിയയിലോട്ട് മൊമെൻറ്റം തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒരു പാറ്റേണും കൂടെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നൊരു ട്രെൻഡ് ലൈൻ ഏരിയ ആണ് ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1, 2, 3 ഒരു 3 തവണയോളം നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയയും കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കിയേ, എന്ത് പാറ്റേൺ ആണിത്? ഇതൊരു ട്രയാങ്കിൾ പാറ്റേൺ അല്ല, ഇത് ഒരു ബീറിഷ് ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലോട്ട് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു ബീറിഷ് ട്രയാങ്കിൾ പാറ്റേൺ. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം കിട്ടി. ഒന്ന് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ ഓൾറെഡി നമുക്ക് ഡൗൺ സൈഡാണ് മൊമെൻറ്റം നൽകുന്നത് മനസ്സിലായി. ആൻഡ് ഇവിടെ നോക്കിയ ഹീറോ. ഓക്കെ, ആൻഡ് ഇനി ഈ ചാർട്ട് പാറ്റേൺ നോക്കിയേ, ഇതിൻ്റെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതും നമുക്ക് ഡൗൺ സൈഡിലോട്ട് എക്സ്പെക്ട് ചെയ്യാം. അതും 90,000 ഏരിയയിലോട്ട് തന്നെ ആയിരിക്കും നമുക്ക് ഇതും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ വരും മന്തിൽ അല്ലെങ്കിൽ വരും വീക്കിൽ നമുക്ക് എന്തായാലും ആ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് നടക്കുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് വാച്ച് ചെയ്തേക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഗോൾഡിൻ്റെ അനാലിസിസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ടേരെ. ഓക്കെ, ഗോൾഡിൻ്റെ 4 hour ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ. അത് നമുക്കൊരു ഓൾ ടൈം ഹൈ കൂടെ ആയിരുന്നു. ആൻഡ് പ്രൈസ് ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. ആൻഡ് നല്ലൊരു മൊമെൻറ്റം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവ്മെൻറ്റ്സ് എന്ന് പറയുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടാണ് അപ്പ് സൈഡിലോട്ട് പോയത്. ആൻഡ് ഇനി അതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് പ്രൈസ് ആക്ട് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് മേജറായിട്ട് വരുന്ന നമുക്കൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ മുതൽ ഇവിടം വരെയുള്ളൊരു ഏരിയ ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് വരുന്നത്. അത് ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം 3718 മുതൽ 3704 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിലോട്ടായിരിക്കും പ്രൈസ് ഇപ്പോൾ ഈ കറൻ്റ് നിൽക്കുന്ന ഈ ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങോട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും. ആൻഡ് അതല്ല, ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് പ്രൈസ് സപ്പോർട്ട് എടുത്ത് അപ്പ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്ന ആ ഒരു ഓൾ ടൈം ഹൈയിലോട്ടുള്ളൊരു മൊമെൻറ്റം ആയിരിക്കും. അത് വരുന്നത് 3790 മുതൽ 3782 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിലോട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അത് പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പുതിയ ഓൾ ടൈം ഹൈസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും മൂവ്മെൻറ്റ്സ് ആണ് നെക്സ്റ്റ് വീക്കിലോട്ട് ഗോൾഡിൽ മേജർ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ഗോൾഡിൻ്റെ ബിറ്റ് കോയിൻ്റെ ചാർട്ട് പാറ്റേൺസ് ഒന്ന് വാച്ച് ചെയ്തേക്കുക. നെക്സ്റ്റ് നമുക്ക് അടുത്ത വീക്കിലോട്ടുള്ള മേജർ ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്ത വീക്കിൽ മേജറായിട്ട് നമുക്ക് ഒരുപാട് ന്യൂസും കാര്യങ്ങളും ഉണ്ട്. ട്യൂസ്ഡേ September 30 നോക്കുവാണെങ്കിൽ നമുക്ക് ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. 7:30 PM ജോൾട്സ് ജോബ് ഓപ്പണിങ്. ആൻഡ് വെനസ്ഡേ October 1 നോക്കുവാണെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള രണ്ട് ന്യൂസ് ഉണ്ട്. 5:45 PM ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു വളരെ ഹൈ ഇമ്പാക്ട് ന്യൂസാണ്. NFP എന്ന് പറഞ്ഞ ന്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ എത്രത്തോളം പ്രൈവറ്റ് സെക്ടറിൽ എത്രത്തോളം ജോബുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ജോലികൾ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ന്യൂസാണ് ഈ ഒരു ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച്. അപ്പോൾ വളരെ ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾ നോക്കി വെച്ചേക്കുക. അപ്പോൾ നെക്സ്റ്റ് വരുന്ന 7:30 PM ISM മാനുഫാക്ചറിങ് PM എന്ന് പറയുന്ന ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. ആൻഡ് തേഴ്സ്ഡേ October 2 നോക്കുവാണെങ്കിൽ USDയിൽ 6 PM അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ്. ആൻഡ് ഫ്രൈഡേ October 3 നോക്കുവാണെങ്കിൽ 6 PM നമുക്ക് 3 ന്യൂസ് ഉണ്ട്. അന്ന് ടോട്ടൽ 4 ന്യൂസ് ഉണ്ട്. ആവറേജ് ഹൗർലി ഏർണിങ്സ് ആൻഡ് നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച്. ഇതും വളരെ ഹൈ ഇമ്പാക്ട് ന്യൂസാണ്. ഈ ഒരു ന്യൂസ് പോലെ തന്നെയുള്ള ന്യൂസാണ്. ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞ ഒരു സെക്ടർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സെക്ടറിലും എത്രത്തോളം ജോലികൾ ആഡ് ചെയ്തു, എത്രത്തോളം ജോലികൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെ മാത്രമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഇത് നോക്കി വെച്ചേക്കുക.
ബാക്കി വരുന്ന 7:30 PM ISM സർവീസ് PM എന്ന് പറഞ്ഞൊരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ന്യൂസും കാര്യങ്ങളുമാണ് നമുക്ക് നെക്സ്റ്റ് വീക്കിലോട്ടും നെക്സ്റ്റ് മന്തിലോട്ടും ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കി വെച്ചേക്കുക. ഇത്രയും നേരം പറഞ്ഞ അനാലിസിസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് ട്രസ്റ്റ് എന്ന നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീക്ക് അനാലിസിസിൽ നമുക്ക് നെക്സ്റ്റ് കാണാം.